ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അൽഫാം ചിക്കൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും സെറീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. സ്കിന്നില്ലാത്ത ചിക്കനാണ്. നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ നമുക്കിതിലൊക്കെ ഒന്ന് കത്തി കൊണ്ടൊന്ന് നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് വേണം മാരിനേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല കട്ടിയുള്ള ദശ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഒന്ന് വരഞ്ഞ് നന്നായിട്ട് ആഴത്തിൽ തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇറച്ചി നന്നായിട്ട് കട്ടിയായിട്ടിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. പിന്നെ നന്നായിട്ട് ഉള്ളിൽ ഒക്കെ മസാലയൊക്കെ പിടിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. നമ്മളിത് ഡിന്നറിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. കുറച്ച് കൂടുതൽ സമയം വെക്കുമ്പോഴാണ് നന്നായിട്ട് ചിക്കൻ സോഫ്റ്റ് ആവും. പിന്നെ നന്നായിട്ട് ഉള്ളിലൊക്കെ മസാലയൊക്കെ പിടിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. എല്ലാം നന്നായിട്ട് വരട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കാം. ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്തിട്ട് അത് മിക്സ് ചെയ്യാം. അതിൽ കുരു പെട്ടിട്ടുണ്ട്, കുരുവൊക്കെ എടുത്ത് കളയണം. എന്നിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ കൂട്ട് നമ്മൾ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ആദ്യം നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഇതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മസാലകളൊക്കെ ചിക്കനിൽ തേക്കുന്നത്. മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് ചിക്കനിൽ പിടിക്കാവുന്ന അത്രയും ഉപ്പ് ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പം ഞാൻ എല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ രണ്ടാമത്തെ മാരിനേഷൻ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഒരു സവാളൻ്റെ പകുതി, വലിയ സവാള ആണെങ്കിൽ ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതി. ചെറിയ സവാള ആണെങ്കിൽ ഒരു പകുതി ഭാഗം എടുക്കുക. എന്നിട്ടൊരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കുറേശ്ശെ എടുത്താൽ മതി. 2-3 എണ്ണമൊക്കെ എടുത്താൽ മതി. കൂടി പോയാൽ വല്ലാണ്ട് ഗരം മസാലൻ്റെ കുത്തൽ വരും. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ വലിയ ജീരകവും എടുക്കുക. കുരുമുളക് പൊടി വേണം. 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ എടുക്കാം. കുരുമുളക് ഇത്തിരി കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന ചിക്കൻ അനുസരിച്ചാണ് ഈ മസാലേൻ്റെ ഒക്കെ ഒരു അളവ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് തൈരും. തൈര് ഒരുപാട് എടുക്കരുത്. ഈ ഒരു മസാല അരഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള അത്രയും തൈര് എടുക്കുക. തൈര് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ വെള്ളം പോലെ ആവും. അപ്പോൾ മസാല ഭയങ്കരമായിട്ട് ലൂസായി പോകും. അപ്പോൾ തൈര് കുറച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ചെറുനാരങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടാവും. പിന്നെ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നമ്മളൊന്ന് ഉപ്പ് നോക്കി പാകാക്കണം. അതിന് ശേഷം നമുക്കിത് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം 1/2 മണിക്കൂറോളം ആയി നമ്മൾ മാറ്റി വെച്ചിട്ട്. ഇനി ഇത് നമുക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ആ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മസാലയിൽ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി. ഗരം മസാലേൻ്റെ ഒരു ടേസ്റ്റ് കുറവായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ കുറച്ച് ഗരം മസാലയോ കൂടി ആ മിക്സിങ്ങിലൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് മസാലേൻ്റെ മിക്സിങ് ഉണ്ടാക്കിയ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇല്ലെങ്കിൽ ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. എങ്ങനെയാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ഇത് ഒരു 5-6 മണിക്കൂറെങ്കിലും
ഫ്രിഡ്ജിൽ വെക്കണം. എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം ചിക്കന് സോഫ്റ്റ് ആവും, പിന്നെ ടേസ്റ്റും ഉണ്ടാവും അതിൻ്റെ. അപ്പോൾ നിങ്ങൾ കൂടുതൽ സമയം വൈകുന്നേരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ മസാലയൊക്കെ തേച്ച് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു. ഇനി ഇത് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കണം. അത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തി ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇറച്ചിയൊക്കെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അടുപ്പിലാണ് കനൽ കൂട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് പപ്പട കോല് കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വേണമെങ്കിൽ കുത്തി കൊടുക്കാം. എന്തായാലും ഒരു 3/4 മണിക്കൂറൊക്കെ എടുത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.